ഭാര്യ ക്യാൻസർ വന്നു മരിച്ചത് താങ്ങാനാകാതെ അസം ഹോം സെക്രട്ടറി ഷീലാദിത്യ ചേതിയ IPS സ്വയം വെടിവെച്ച് മരിച്ചു. ഷീലാദിത്യ ചേതിയ IPS അസമിലെ ഹോം സെക്രട്ടറി എന്ന ഉന്നത പദവിയിൽ എത്തിയത് വെറും 44-ാമത്തെ വയസ്സിലാണ്. IPS ഉദ്യോഗസ്ഥൻ രാഷ്ട്രപതിയുടെ ധീരതയ്ക്കുള്ള മെഡൽ വാങ്ങിയിരുന്നു. ധീരമായ നടപടികളും സാഹസിക പോരാട്ടങ്ങളുമൊക്കെ ക്രിമിനലുകൾക്കെതിരെ നടത്തിയ ആളായിരുന്നു 44-കാരനായ ചേതിയ. ജീവനക്കാർ പറയുന്നത് ഇങ്ങനെ: ചേതിയുടെ ഭാര്യ അഗമോണി ചൊവ്വാഴ്ച വൈകിട്ടാണ് മരിച്ചത്. 4:25 മരിച്ചു. മരണമറിഞ്ഞ ഷീലാദിത്യ ചേതിയ IPS ഉടൻ തന്നെ ICUവിലെ ക്യാബിനിൽ കയറി. ഭാര്യയ്ക്കൊപ്പം ചിലവിടണമെന്നും ആശുപത്രി ജീവനക്കാരോട് പുറത്തു പോകാനും ആവശ്യപ്പെട്ടു. ജീവനക്കാർ പുറത്തിറങ്ങിയപ്പോൾ വെടിശബ്ദം കേൾക്കുകയായിരുന്നു. ശബ്ദം കേട്ട് ഞങ്ങൾ ഓടിയെത്തി. ഭാര്യയുടെ മൃതദേഹത്തിനരികിൽ ഭർത്താവ് ഷീലാദിത്യ ചേതിയെയും അതേ കട്ടിലിൽ കിടക്കുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ചു, പക്ഷേ കഴിഞ്ഞില്ല. അദ്ദേഹം സ്വയം വെടിയുതിർക്കുകയായിരുന്നു. നെംകെയർ മാനേജിംഗ് ഡയറക്ടർ ഹിതേഷ് ബർവ പറഞ്ഞു. എന്നാൽ ഭാര്യയുടെ ക്യാൻസർ വന്നുള്ള മരണം അയാളെ തളർത്തി. ഭാര്യ മരിച്ച അസം ഗുവാഹത്തിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ICUവിൽ തന്നെ ഭർത്താവ് ഷീലാദിത്യ ചേതിയെ മരിക്കുകയായിരുന്നു. മരിക്കുമ്പോൾ രാഷ്ട്രപതിയുടെ മെഡൽ അണിഞ്ഞിരുന്നു. സർവീസ് റിവോൾവർ കൊണ്ടാണ് വെടിയുതിർത്തത്. ഇവിടെ പല അഭിപ്രായങ്ങളുണ്ടാകാം. സ്വന്തം ഭാര്യയുടെ ക്യാൻസർ ബാധിച്ചുള്ള പ്രതീക്ഷിച്ച മരണമായിരുന്നിട്ടും ഭർത്താവിന് താങ്ങാനായില്ല. ധീരതയ്ക്ക് രാഷ്ട്രപതി നൽകിയ മെഡലും അംഗീകാരവും എല്ലാം ഭാര്യ മരിച്ച ആ നിമിഷം അയാളിൽ നിന്നും ഇല്ലാതായി. ഭാര്യയുടെ മരണത്തിന് മുന്നിൽ ധീരനായി പിടിച്ചു നിൽക്കാതെ കീഴടങ്ങി ഭാര്യയ്ക്കൊപ്പം ഒന്നിച്ച് യാത്രയാകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധേയം: ഭാര്യയുടെ മൃതദേഹത്തിന്റെ അടുത്ത് ഭർത്താവിനും ഇനിയുള്ള കാലം കഴിയാം. ഭാര്യ മരിച്ച ആശുപത്രി ICUവിൽ തന്നെ ഭർത്താവ് മരിച്ചപ്പോൾ ഇനി സംസ്കാരവും ഒന്നിച്ചു തന്നെ. 2 മാസത്തോളമായി അഗമോനിയ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നുവെന്ന് ബർവ പറഞ്ഞു. 3 ദിവസം മുൻപ് ഭാര്യയുടെ നില വഷളായി. ഞങ്ങൾ അവളുടെ അവസ്ഥ ചേതിയോട് വിശദീകരിച്ചു. അയാൾക്ക് മനസ്സിലായി. 2013 മെയ് 12 നിശ്ചയിച്ചുറപ്പിച്ച് വിവാഹിതരായ ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ഭാര്യ മരിക്കുമെന്നും പ്രതിവിധികളില്ല എന്നും ക്യാൻസർ ശരീരത്തെ മുഴുവനായും കീഴടക്കിയെന്നും ആശുപത്രി അധികാരികൾ ചേതിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം വിതുമ്പിക്കരഞ്ഞിരുന്നു. ഇനി എനിക്ക് ആരുമില്ല എന്നും എന്റെ ജീവന്റെ പാതിയാണ് നഷ്ടപ്പെടുന്നത് എന്നും അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഭാര്യ ആശുപത്രിയിൽ വെച്ച് മരണത്തിന് കീഴടങ്ങി മിനിറ്റുകൾക്ക് ശേഷം സ്വയം വെടിവെച്ച് ചേതിയെ പറഞ്ഞത് ചെയ്യുകയും ചെയ്യുകയായിരുന്നു. അസം ഹോം പൊളിറ്റിക്കൽ സെക്രട്ടറി ഷീലാദിത്യ ചേതിയ ഈയിടെയായി തന്റെ ജീവിതത്തിൽ നടന്ന നിർഭാഗ്യകരമായ സംഭവങ്ങളുടെ ഒരു പരമ്പരയെ ധൈര്യത്തോടെ നേരിട്ടു. ഇണയുടെ മരണം ഒരുപക്ഷെ ദയനീയമായ മുറിവായിരിക്കാം അദ്ദേഹത്തിന് സമ്മാനിച്ചത്. അസം മുൻ പോലീസ് DGP ഭാസ്കർ ജ്യോതി മഹദ്ദ പറഞ്ഞു. അദ്ദേഹം എനിക്ക് ഇളയ സഹോദരനെ പോലെയായിരുന്നു. അവന്റെ ജീവിതം പ്രശ്നങ്ങൾ നിറഞ്ഞതായിരുന്നു. അമ്മയും അമ്മായിയമ്മയും നഷ്ടപ്പെട്ടു. ഭാര്യയെ പരിചരിച്ചു. ചികിത്സയ്ക്കായി ചെന്നൈയിലായിരുന്നു. ഞാൻ ചേതിയുമായി എന്നും ബന്ധപ്പെടുമായിരുന്നു. അവനിങ്ങനെ കടുംകൈ ചെയ്യുമെന്ന് ഒരു സൂചനയും ഇല്ലായിരുന്നുവെന്നും അസം DGP പറഞ്ഞു. DGP GP സിംഗ് ചേതിയുടെ മരണം എക്സിലെ ഒരു പോസ്റ്റിലൂടെ അറിയിച്ചു. നിർഭാഗ്യകരമായ ഒരു സംഭവത്തിൽ 2009 സെക്രട്ടറി ഹോം ആൻഡ് പൊളിറ്റിക്കൽ ഷീലാദിത്യ ചേതിയ മരണപ്പെട്ടു. ഡോക്ടറും മരണം സ്ഥിരീകരിച്ച് അറിയിപ്പിറക്കി. വളരെ കാലമായി അർബുദവുമായി മല്ലിടുന്ന ഭാര്യ. അസം പോലീസ് കുടുംബം മുഴുവനും അഗാധമായ ദുഃഖത്തിലാണെന്നും സംസ്ഥാന DGP പറഞ്ഞു. വളരെ മിടുക്കനും സമർത്ഥനുമായ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ചേതിയ ടിൻസുക്കിയ, നൽബാരി, കൊക്രജാർ, ബാർപെട്ട ജില്ലകളിലെ പോലീസ് സൂപ്രണ്ടായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ക്രിമിനൽ ഭീകര സംഘടനകൾക്കെതിരെയുള്ള നിരവധി പ്രവർത്തനങ്ങൾക്ക് പേര് കേട്ട അദ്ദേഹം 2015 സ്വാതന്ത്ര്യദിനത്തിൽ ധീരതയ്ക്കുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ നേടി. അഗമോണിയയും ഒരു നേട്ടം കൈവരിച്ചു. തേസ്പൂർ സർവകലാശാലയിൽ നിന്ന് ഇംഗ്ലീഷും വിദേശ ഭാഷകളും പഠിച്ച അവർ ടോപ്പർ ആയിരുന്നു എന്ന് കുടുംബത്തോട് ഏറ്റവും അടുത്ത വൃത്തങ്ങൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.